ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് നൂലപ്പാണ് കേട്ടോ. ഒത്തിരി നാളായി ഞാൻ നൂലപ്പം ഉണ്ടാക്കിയിട്ട്. കാരണം അതിൻ്റെ നൂലപ്പം ഉണ്ടാക്കുന്ന പാത്രം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. മുമ്പ് ഞാൻ വാങ്ങിയിട്ട് തുരുമ്പിച്ച് പോയി. ഞാൻ ഉണ്ടാക്കാണ്ട് തുരുമ്പിച്ച് പോയി എന്ന് പറയാം. ഉണ്ടാക്കിയിട്ട് തുരുമ്പിച്ച് പോയതല്ല. ഞാൻ നൂലപ്പം ഉണ്ടാക്കാണ്ട് അത് തുരുമ്പിച്ച് പോയി, വെച്ചിട്ട് തുരുമ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി ഒരു നൂലപ്പത്തിനോടൊരു പ്രാന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോൾ പറഞ്ഞു എനിക്ക് നൂലപ്പത്തിൻ്റെ പാത്രം വാങ്ങണം, നൂലപ്പം ഉണ്ടാക്കുന്ന പാത്രം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വരുമ്പോൾ പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ നൂലപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലത്തെ ഒരു ട്രിപ്പ് നൂലപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. മക്കളും ഹസ്ബൻഡും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ കുഴച്ചതിൽ ഇത്തിരി മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഉണ്ടാക്കി വെച്ചാലേ വന്നിട്ട് എല്ലാവരും കഴിക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം. പിന്നെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു. തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നില്ല. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ചിക്കൻ കറി കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാകുമ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയാൽ ആരും കഴിക്കില്ല. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും നൂലപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ കുടിക്കുക കേട്ടോ. ഞാൻ ചായയുടെ വെള്ളം നേരത്തെ കുടിച്ചായിരുന്നു. അതാണ് ഞാനിപ്പോൾ ചൂടുവെള്ളം എടുത്തത്. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ മടിയായി. രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് ചായ വേണ്ട. പിന്നെ എനിക്ക് മാത്രമായിട്ട് ആദ്യമേ ഒരു ഗ്ലാസ് ചായ വെക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വെച്ച് ഈ ചൂടുവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ചൂടുവെള്ളവും ചിക്കൻ കറി നൂലപ്പും ഒക്കെ കൂട്ടി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. 3 അല്ല കേട്ടോ, 4-5 ഞാൻ കഴിച്ചു. പിന്നെയും 2 എടുത്ത് ഞമ്മഞ്ഞമാന്നടിച്ചു. പാത്രമൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വയറ് ഫുള്ളായിട്ടോ. അങ്ങനെ പാത്രമൊക്കെ വടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ തേച്ച് കഴുകേണ്ട ഒരാവശ്യമില്ല. ഇനി നമുക്ക് ഒത്തിരി പണികളുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ കഴിച്ചില്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റൂലെന്നേ. അങ്ങനെ നന്നായിട്ട് കഴിച്ച് പാത്രം ഒരു നക്കലും കൊടുത്തിട്ട് ഞാനിതാ വെള്ളം എടുത്ത് കുടിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോവാണ്. അവിടെ ഒത്തിരി പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വാഷിംഗ് മെഷീനിലിട്ട തുണിയാണിത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതേ ഉള്ളൂ കേട്ടോ. അലക്കിയത് ഞാൻ തന്നെയാണ്. അലക്കിയിട്ട് പിഴിയാൻ മാത്രമാണ് ഇതിനകത്ത് ഇട്ടത്. അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, വെള്ളം തീരും. അതുകൊണ്ട് ഞാനിതിൽ പിഴിയുമ്പോഴത്തേക്കും പുറത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആറിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ ഉച്ചയായിരുന്നു ഞാൻ അലക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു, രാവിലെ നമുക്ക് വിരിച്ചിടാമെന്ന്. അങ്ങനെ ഇപ്പം അതൊക്കെ കെട്ടിപ്പറക്കി ആദ്യം നമുക്ക് വെയിലത്തിടാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴ വന്നാൽ നമുക്ക് പണി കിട്ടും. ഇന്നലെ മഴ വന്നുകൊണ്ട് ബാൽക്കണി മൊത്തം ചളിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വെള്ളം ഒഴിച്ചു ഒന്ന് കഴുകുക. അവിടെ കാല് വെക്കാൻ പറ്റണില്ല, ഇങ്ങനെ പൊടിയാണ് കേട്ടോ. മഴ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയും സിമെൻറ്റും ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞ് അവിടെ വീഴും. അപ്പം മൊത്തമായിട്ട് നമ്മൾ വൃത്തിയാക്കിയതൊക്കെ വൃത്തികേടാവും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നാണെങ്കിൽ രാവിലെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ച് കഴുകുന്നതിനൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴെയുള്ളവരെ മണ്ടയ്ക്കായിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അവർ തുണി വിരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിലോട്ടൊക്കെ വെള്ളം വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ഇവിടെ കഴുകാറില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്നിക്കൽ ഞാൻ തുടച്ചെടുക്കും. പിന്നെ ഒത്തിരി പൊടിയാകുമ്പോൾ നമ്മൾ കഴുകിയില്ലെങ്കിൽ വൃത്തിയാവില്ല. ഇന്ന് ഒത്തിരി പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. പിന്നെ താഴെയുള്ളവരെ മണ്ടയ്ക്ക് വീണാലാണ് പ്രശ്നം. വീഴൂലെന്ന് വിചാരിക്കുന്നു. രാവിലെ ആയതുകൊണ്ട് അവരെങ്ങനെ എഴുന്നേറ്റ് വന്ന് അവിടെ ഇരിക്കത്തൊന്നുമില്ല. ഞാനങ്ങനെ വിചാരിച്ചുകൊണ്ടൊക്കെയാണ് ചെയ്യണത്. ചീത്ത കിട്ടാതിരുന്നാൽ എൻ്റെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടേ ഉള്ളൂ. നല്ലതുപോലെ നേരം വെളുത്തു. കാരണം ഇവിടെ 5 മണിയാകുമ്പോൾ നേരം വെളുക്കുന്നതുകൊണ്ട് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ വെളുത്തു. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുണി വിരിച്ചിടാം അല്ലേ പെട്ടെന്ന്. ഇന്നലെ മുന്നോട്ട് ഇവിടെ കളിച്ചതാണ്. എൻ്റെ അയക്കോലൊക്കെ വലിച്ച് താത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിടിച്ച് വലിയായിരുന്നു. അത് ലൂസായിട്ട് ഇപ്പോൾ ഇത് ഇവിടെ കിടക്കുന്നു. പിന്നെ നമ്മുടെ അയക്കോല് മുകളിലുണ്ട് കേട്ടോ, ടെറസിൻ്റെ മുകളിലുണ്ട്. അവിടെ പോയിട്ട് ആറിയിട്ടാൽ ഇടക്കിടക്ക് മഴ വരുമ്പോൾ പോയിട്ട് എടുത്തുകൊണ്ട് വരണം. എനിക്ക് മടിയാവുന്നു. ഇവിടെ മഴ അങ്ങനെ ഒരുപാട് പെയ്യത്തുമില്ല, ഇടക്ക് ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കും. അത് നമുക്ക് വല്ലാത്തൊരു പണിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെയാണെങ്കിലും മഴ വന്നാലും നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ ലൂസായ അയക്കോലൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കെട്ടിയിട്ടോ. ഞാൻ കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നാളത്തേക്ക് അതേപോലെ അവൾ ആക്കി വെക്കും. അവൾ ഇവിടെ കളിക്കാൻ വരുന്ന സമയത്തൊക്കെ ഇതാണ് പരിപാടി. ഇതിൻ്റെ മണ്ടയിൽ പിടിച്ച് തൂങ്ങലാണ് പരിപാടി. ഇതിങ്ങനെ വലിച്ച് താത്തോണ്ടിരിക്കും. ഈ കയറാണെങ്കിൽ കെട്ടിയെടുത്ത് നിൽക്കില്ല. അത് ഇങ്ങനെ വലിക്കുമ്പോൾ പെട്ടെന്ന് ലൂസായിട്ട് വരികയും ചെയ്യും.
അങ്ങനെ നമ്മളെ തുണി വിരിച്ചിടൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. കുറച്ച് വെയിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വെയിൽ കുറച്ച് നേരം കിട്ടിയാൽ എൻ്റെ തുണി പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പാത്രം കഴുകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഓടി വന്നത്. ഇവിടെ വിരിച്ചിട്ടിട്ട് പോയാൽ നമുക്ക് കുറച്ച് മനസ്സമാധാനം ഉണ്ടാവും. ഇന്നലെ വിരിച്ചിടാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം തുണി അലക്കിയിട്ടാകുമ്പോൾ വിരിച്ചിടാതെ പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സമാധാനക്കേടാണ്. അതൊന്ന് ഉണങ്ങി കിട്ടിയാലേ നമുക്കൊരു മനസ്സമാധാനമുള്ളൂ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിലാണെങ്കിൽ ഒത്തിരി പാത്രം കഴുകാനുണ്ട്. നിറയെ പാത്രം കിടക്കുന്നുണ്ട്. കുറേ നാളായല്ലേ ഞാൻ വീഡിയോയിൽ പാത്രം കഴുകുന്നത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കാണിക്കാത്തത്. എപ്പോഴും പാത്രം കഴുകാനുണ്ട്. പിന്നെ എപ്പോഴും ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങളാരും വന്ന് എനിക്ക് കഴുകിത്തരില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരിക്കേണ്ടത്. നിങ്ങൾക്കും കഴുകാനുണ്ടല്ലേ, പിന്നെ നിങ്ങൾ വന്നിട്ട് എനിക്ക് കഴുകിത്തരാൻ നിൽക്കുമോ? അങ്ങനെതാ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഞാൻ തമാശ പറയാൻ കേട്ടോ, കാര്യമൊന്നും ആക്കല്ലേ. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഒരു വല്ലാത്തൊരു സങ്കടമാണ്. എന്താണെന്നറിയില്ല. നാട്ടിലാകുമ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിരുന്ന ഒരു പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും പക്ഷിയോ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ ആരെയും കാണാനില്ല. അതാണ് പ്രത്യേക സങ്കടം. ഇനി നിങ്ങളാരും എന്നെ പൊങ്കാലിടാൻ വരണ്ട കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷിയും പട്ടിയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ പറയുമ്പോൾ ഒരോളത്തിന് അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ പാത്രമൊക്കെ തേച്ച് വെച്ച് എല്ലാം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര പാത്രമാണ്! ആകെ ഉണ്ടാക്കിയത് നൂലപ്പം മാത്രം. ഇടിയപ്പം, ഞങ്ങളുടെ നാട്ടിൽ നൂലപ്പം എന്നാട്ടോ പറയണേ. അത് മാത്രമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായയും വെച്ചു. ഒരു ഗ്ലാസ് അല്ല കേട്ടോ, ചായയും വെച്ചിന്. ഇത്ര സംഭവം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ടും ഇത്ര പാത്രം ആരോട് പറയാനല്ലേ. നാട്ടിൽ പോയാലും ഇവിടെ വന്നാലും എന്നെ പറ്റിക്കുന്ന ഒരാൾ കറണ്ടാണ്. ഇതാ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. ഇത്ര നേരം കറണ്ട് ഉണ്ടായിരുന്നു. പകുതി ആകുമ്പോഴത്തേക്കും കറണ്ട് പോയി. എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ. ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ പോകും നോക്കാം നമുക്ക്. എപ്പോഴെങ്കിലും വരാണ്ടിരിക്കില്ലല്ലോ ഇയാൾ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പാത്രം കഴുകിയതൊക്കെ ഒന്ന് സ്റ്റാൻഡിൽ അങ്ങ് വെച്ചു. എല്ലാം അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചോറും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചായ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ പാത്രം കഴുകിയിട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോഴുള്ള സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ വൃത്തിയാക്കിയല്ലോ, എല്ലാം ഒന്നും എന്നിട്ടും ആയിട്ടില്ല കേട്ടോ. കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ. ഇനി നമുക്കിതാ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതാത് സ്ഥാനത്തേക്ക് അങ്ങ് വെക്കാം. അല്ല, കഴുകിയിട്ടല്ല കേട്ടോ, കഴുകിയിട്ട് വെച്ചു. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതാത് സ്ഥാനത്തേക്ക് വെക്കാം. അപ്പം നമ്മളെ തട്ട് ഒന്ന് ഒഴിഞ്ഞു കിട്ടും. ഈ സാധനങ്ങളൊക്കെ അടിയിലോട്ട് അങ്ങ് തുർത്തി വെക്കും. ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ അടിയിലോട്ട് വെക്കും. അപ്പം നമ്മളെ മുകളിൽ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ. എന്തൊരു ചൂടാണ്! പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. ഇപ്പം നമ്മുടെ ഇടിയപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്കവിടെ അടച്ചു വെച്ചാൽ വന്നിട്ട് വേണ്ടവർക്കൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ
നല്ലൊരു അടപ്പുള്ളൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ അടച്ചിട്ട് അവിടെ വെക്കുന്നുണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടുമാണിപ്പോൾ. കുറച്ച് ചിക്കൻ്റെ നീര് ഇത്തിരിയേ ഉള്ളൂ കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആ പാത്രം ഒന്ന് കഴുകി വെക്കാമല്ലോ. അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയൊക്കെ നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം പാത്രം പഠിക്കാൻ കുറച്ചായിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന നമ്മളെ തേങ്ങ ചിരവുന്ന ആ സ്റ്റൂല് ഞാൻ കുറച്ച് അങ്ങോട്ട് വലിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് നീക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ അതിൻ്റെ കാലില്ലേ, ആ കാലിൻ്റെ അടിയിൽ മണ്ണിങ്ങനെ മണ്ണെന്ന് പറഞ്ഞാൽ ഇത്തിരി മണ്ണൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. തുറത്തുന്ന കോലിനോണ്ട് തുടക്കുന്നതിനേക്കാളും ഇങ്ങനെ തുണി വെച്ച് തുടക്കുമ്പോൾ നല്ല വൃത്തിയാവും. കുറച്ച് അമർത്തി വരക്കണം, എന്നാലേ അതൊക്കെ പോവത്തുള്ളൂ. അപ്പം അതങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അങ്ങനെ താഴെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് തട്ടിൻ്റെ മുകളിൽ ഞാൻ തുടച്ചിട്ടില്ല, പാത്രമൊക്കെ കഴുകിയതേ ഉള്ളൂ. അവിടെയും ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഗ്യാസൊക്കെ ഇതുപോലെ എപ്പോഴും തുടച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ പിടിച്ചതെന്നാണ് നമ്മൾ ചായയൊക്കെ വെക്കുന്ന സമയത്ത് പാലൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കാതെ പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതൊരിക്കലും അവിടെ നിന്ന് ഇളക്കാൻ പറ്റില്ല, കിട്ടൂല, അതങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ എനിക്ക് തരാനുള്ളൊരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എന്നും കിച്ചൻ്റെ തട്ടും ഗ്യാസ് സ്റ്റൗവും ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക. അപ്പം നല്ല വൃത്തിയോടെ എന്നും ഇരിക്കും. അതിനിടയിൽ നമ്മളെ പോയ ആൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. കറണ്ട് വന്നു കേട്ടോ. ഞാൻ കുറച്ച് കടല രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കൂട്ടുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കൂട്ടുകറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, കായ മാത്രമേ ഉള്ളൂ, കടലയും കായും മാത്രമേ ഉള്ളൂ. അത് വെച്ച് ചെറിയൊരു കൂട്ടുകറി തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ടാണ് കടല വെള്ളത്തിലിട്ടത്. അങ്ങനെ ഞാൻ അതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടിക്കലും തൊടിക്കലല്ല കേട്ടോ, തുടക്കലൊക്കെ തുടങ്ങാം. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കടല വെന്ത് കിട്ടുമല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് കൂട്ടുകറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അടിക്കലും തുടക്കലും ഒതുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഞാനൊന്ന് പുറത്തേക്ക് പോയി. എനിക്ക് ചെറിയൊരു പണി കിട്ടി പുറത്ത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്ത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരും. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് അവർ വെള്ളം അടിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് ഓവർ സ്മാർട്ട്നെസ് കാണിച്ചതാണ്, പുറത്ത് കൊണ്ടുവച്ചു. പക്ഷെ മങ്കി വന്നിട്ട് അതൊക്കെ കടിച്ച് കീറി പൊട്ടിച്ച് മൊത്തം അവിടെ വലിച്ചിട്ട് അവർ വന്നപ്പോൾ എന്നെ വെള്ളമടിച്ച് ഞാൻ പോയി. അത് കണ്ടപ്പോൾ ഷോക്കടിച്ചു ഗൈസ്. എന്നിട്ട് ഞാൻ അതൊക്കെ അടിച്ച് വാരി ആദ്യമേ കവറിലിട്ടിട്ട് അവർക്ക് കൊടുത്തു. പിന്നെ അവിടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകുകയും ചെയ്തു. അങ്ങനെ പുറത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ക്ഷീണിച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളിലേക്ക് വന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അകത്തെ പരിപാടികൾ തുടങ്ങാം.
അങ്ങനെ നമ്മൾ അടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷോ ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ മൂക്കത്തൊരു ടവലൊക്കെ കെട്ടിയിട്ട് ഞാൻ മാച്ചിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരാം. പൊടിയൊക്കെ തട്ടുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ടവലോ മാസ്കോ തോർത്തോ എന്തെങ്കിലും കെട്ടുന്നത്. അപ്പം തുമ്മൽ വരാതെ രക്ഷപ്പെടാം. ഇവിടെയാണെങ്കിൽ ചൂടെടുത്തിട്ട് ഞാൻ ശ്വാസം കിട്ടാതെ ചാവുമെന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിലേ ഭയങ്കരം ചൂട്. പിന്നെ ഇതും കൂടി കെട്ടിയിട്ട് ഞാൻ എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല. ബാക്കിയുണ്ടെങ്കിൽ കാണാം കേട്ടോ നമുക്ക്. വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തിയാവും. ഇല്ല തണാറും പൊടിയും എല്ലാം നല്ല വൃത്തിക്ക് പോകണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകണം. എത്ര കോലിട്ട് തുടച്ചിട്ടും വൃത്തിയാവണം എന്നില്ല കേട്ടോ. വെറുതെ ഇല്ല മണ്ണ് അവിടെ തേച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് തുടച്ചാൽ അത്ര വൃത്തിയാവണം എന്നില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമ്മളെ വീട് നല്ല വൃത്തിയാവും. കാരണം എനിക്ക് അനുഭവമാണ്. ഞാൻ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ എല്ലായിടത്തും വെള്ളം എത്തുകയും ചെയ്യും. അവിടെ ഇല്ല തണാറും പൊടിയും ഒക്കെ നല്ല വൃത്തിയായി നമ്മളെ വീട് അടിപൊളി ക്ലീൻ ആവാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കഴുകുന്നത്. പക്ഷെ ഡെയിലി നമുക്കത് പറ്റത്തില്ല. പറ്റുമ്പോൾ ചെയ്യാം.
വെള്ളമൊഴിച്ച് കഴുകിയ ശേഷം നമ്മൾ തോർത്തുന്ന കോല് ഒന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ട് ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ വീട് സെറ്റ് ആയിക്കോളും. അങ്ങനെ നമ്മളെ അടിക്കലും തൂക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കടല വേവിച്ചില്ലായിരുന്നോ, അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് കായ മുറിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ജാറിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ വറുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചു. വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ തേങ്ങ ചിരവിയത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. നമുക്ക് കൂട്ടുകറിയിൽ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോറി, കറിവേപ്പില എന്ന് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പറഞ്ഞതാണ്, ഓളത്തിന് പറഞ്ഞതാണ്. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെന്ത കടലയും കായും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മൊതിഞ്ഞില്ല കേട്ടോ, ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, അത് മൊതിഞ്ഞില്ല. അങ്ങനെ ഒന്നും കൂടി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ വേവിച്ച കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ പറ്റിയോന്ന് നോക്കിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ ചോറിന് വേണ്ടിയിട്ട് അരി കുക്കറിലിട്ടിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പച്ചരിയാണ് വെക്കുന്നത്, അപ്പം നമുക്കത് പെട്ടെന്നാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് ചോറ് വെക്കണത്. അപ്പം നമ്മൾ 2 ഗ്ലാസ് അരിയും 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 3 വിസിലടിക്കുമ്പോൾ നമ്മളെ ചോറ് റെഡിയാവും. അപ്പം നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ട് അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതാ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് വറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന വഴുതനങ്ങയായിരുന്നു. ഞാനാണെങ്കിൽ ഇന്ന് ഒഴിച്ച് കറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ വലിയ ഉണ്ട വഴുതനങ്ങയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ മുരിങ്ങാക്കോല് ഇടുന്നുണ്ട് കേട്ടോ. സാമ്പാറൊക്കെ കൊണ്ടുവന്ന മുരിങ്ങാക്കോല് ഒന്ന് ഞാൻ ഈ വഴുതനങ്ങയുടെ കൂടെ മുറിച്ചിടുന്നുണ്ട്. നമുക്ക് മോര് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മോര് കറിയിലൂടെ നമുക്ക് വെള്ളരിക്ക മോര് കറി ഉണ്ടാക്കുമ്പോഴും കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ പിന്നെ മുരിങ്ങാക്കോലിട്ടങ്ങ് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അതൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് മോര് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങയും പച്ചമുളകും കൂടി അരച്ചതാണ്, വേറൊന്നും ചേർക്കാറില്ല കേട്ടോ ഞാൻ മോര് കറി വെക്കുമ്പോൾ. അങ്ങനെ അരപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്.
തിളച്ച് തണുത്ത ശേഷം അതിലേക്ക് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും റെഡിയായി. പിന്നെ ഞാനൊന്ന് കുളിച്ച് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലോങ് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഒത്തിരി പേര് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.